ഓം ശാന്തി. ഞാൻ സ്വയം ആത്മാവാണെന്ന് നിശ്ചയം ചെയ്യുന്നു. ഭൃഗുടി മധ്യത്തിൽ തിളങ്ങുന്ന തേജസ്വി നക്ഷത്രത്തെ ദിവ്യനേത്രത്തിലൂടെ കാണുന്നു. സർവശക്തിവാൻ നിരാകാർ പരംപിത പരമാത്മാവിൻ്റെ സർവശ്രേഷ്ഠ രചനയാണ് ഞാൻ നിശ്ചയബുദ്ധിയായി ബാബയിൽ സമർപ്പണമാകുന്നു. ദേഹബോധവും വികാരങ്ങളുടെ വംശങ്ങളും വിനാശി പദാർത്ഥങ്ങളുടെ ആഗ്രഹങ്ങളുടെ വംശത്തെയും സർവ്വതും ബാബയ്ക്ക് സമർപ്പിക്കുന്നു. ഞാൻ നിശ്ചയബുദ്ധി വിജയരത്നമാണ്. എൻ്റെ ഓരോ സങ്കല്പത്തിലും കർമ്മത്തിലും വിജയം സഹജമായ അനുഭവമുണ്ടാകുന്നു. വിജയം എൻ്റെ അധികാരമായി തീരുന്നു. ഒരു സെക്കൻഡ് പോലും സംശയമില്ല. ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് സമാപ്തമാകുന്നു. ഓരോ കാര്യത്തിലും ബിന്ദുവിട്ട് ഞാൻ നിശ്ചയബുദ്ധിയാകുന്നു. സ്വയം ചിന്തയില്ലാത്ത ചക്രവർത്തിയായി അനുഭവം ചെയ്യുന്നു. ബാപ്ദാദയിൽ നിന്നും പ്രാപ്തി ചെയ്ത ജ്ഞാനത്തിൻ്റെ ശക്തിയിലൂടെ ശ്രേഷ്ഠസ്ഥിതിയിൽ സദാ അജൽ അഡോൾ സ്ഥിതിയിലിരിക്കുന്നു. ബാബയുടെ വരദാനങ്ങളുടെ ആധാരത്തിൽ പരിതസ്ഥിതിയെ പരിവർത്തനം ചെയ്യുന്നു. ഞാൻ സർവപ്രാപ്തി സ്വരൂപമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. സദാ ബേഫിക്ർ നിശ്ചിന്ത ആത്മാവാകുന്നു. നിശ്ചയവും നിശ്ചിന്തതയും നിശ്ചിത സ്ഥിതിയും ഓരോ സമയത്തും അനുഭവം ചെയ്യുന്നു. ഞാൻ സ്വയം ആത്മീയ ലഹരിയിലാണ്. എത്രത്തോളം ലഹരിയുണ്ടോ അത്രയും നിമിത്തഭാവമുണ്ടാകുന്നു. ഒരിക്കലും സ്വയം പ്രതി മുന്നിലേക്ക് വരാൻ ആഗ്രഹമില്ല. എനിക്ക് ഡ്രാമാനുസാരം സ്വന്തം മനസ്സാഗ്രഹിക്കുന്ന ഫലം ലഭിക്കുന്നു. പരിവാരത്തോടുള്ള സ്നേഹം നിലനിർത്തുന്നതിനായി നോളജ്ഫുള്ളായി ബാബയ്ക്ക് സമാനം സാക്ഷി അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ബാബയ്ക്ക് സമാനമാകാനുള്ള പുരുഷാർത്ഥം ശ്രദ്ധയോടെ ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെ അടിത്തറ നിശ്ചയമാണ്. നിശ്ചയബുദ്ധി വിജയിക്കുന്നു. എനിക്ക് ബാബയിൽ അചഞ്ചലമായ നിശ്ചയമുണ്ട്. അതോടൊപ്പം സ്വയം തന്നിലും ഡ്രാമയിലും പരിവാരത്തിലും നിശ്ചയമുണ്ട്. ഞാൻ ബാബയുടെ സർവ ഖജനാവുകളുടെയും അധികാരിയായി ബാബയിലൂടെ സ്വമാനധാരിയായി സ്വരാജ്യ അധികാരിയാണ്. ഓരോ സ്വമാനത്തെയും ഓർമ്മിച്ചുകൊണ്ട് ഞാൻ സന്തോഷത്തിൽ പറക്കുന്നു. ഡ്രാമയിലുള്ള നിശ്ചയവും പ്രധാനമാണ്. ഡ്രാമയിൽ നിശ്ചയമുള്ളവർ പ്രശ്നങ്ങളെ പരിഹാരമാക്കി മാറ്റുന്നു. കൽപ്പം മുമ്പും ഞാൻ സമാധാന സ്വരൂപവും
സബല ആത്മാവുമായിരുന്നു. കൽപ്പത്തിന് ശേഷം ഞാൻ തന്നെ ആയിരിക്കും. പരിവാരത്തിലുള്ള നിശ്ചയം 21 ജന്മത്തേക്ക് നീണ്ടു നിൽക്കുന്നു. ഞാൻ പരസ്പരം വലിയ ഹൃദയത്തോടെയും പരസ്പരം ശുഭഭാവനയുടെയും ശുഭകാമനയുടെയും സ്ഥിതി ചെയ്യുന്നു. ഓരോരുത്തരെയും മംഗളഭാവനയോടെ കാണുകയും മുന്നോട്ടു പോകുകയും ചെയ്യുന്നു. പരിവാരത്തിൻ്റെ നിശ്ചയത്തിൽ നോളജ്ഫുള്ളായി ബാബയ്ക്ക് സമാനം സാക്ഷി അവസ്ഥയിൽ സംബന്ധങ്ങളിൽ വരുന്നവർ 1-ാം നമ്പർ വിഭാഗത്തിലേക്ക് വരുന്നു. പരിവാരത്തിനോടുള്ള സ്നേഹം നിലനിർത്തുന്നു. കാരണം ഭഗവാന്റെ കുടുംബമാണ്. ബാബ അവസാനത്തെ നമ്പറിലുള്ള കുട്ടിക്ക് പോലും സ്നേഹലാളനയും സ്നേഹസ്മരണകളും നൽകുന്നു. ഞാൻ 4 നിശ്ചയത്തിലും പാസ്സാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. സമാപ്തിയെ സമീപത്ത് കൊണ്ടുവരണം. അതിനാൽ കാരണമെന്ന വാക്കിനെ ഇല്ലാതാക്കി പരിഹാരം മുന്നിൽ കൊണ്ടുവരണം. ബാബ വന്നിരിക്കുന്നു. വിശ്വത്തിലെ മുഴുവൻ കുട്ടികൾക്കും മുക്തി നൽകുന്നു. എന്നാൽ നമ്മൾ കുട്ടികൾക്ക് ജീവൻ മുക്തി നൽകുന്നു. ബാബ പറയുന്നു 12 തവണ ഫരിസ്ത സ്വരൂപത്തിൻ്റെയും 12 തവണ നിരാകാരി സ്വരൂപത്തിൻ്റെയും പരിശീലനം ചെയ്യുക. ഞാൻ സ്നേഹിയും സഹയോഗിയുമായി എപ്പോഴും പിതാവിൻ്റെ സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നു. ബാബയുടെ എല്ലാ കാര്യത്തിലും സമയവും സങ്കല്പവും നിക്ഷേപിക്കുന്നു. ഞാൻ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. വിധാതാവിനോടൊപ്പം വരദാതാവായി സർവ ആത്മാക്കളിലും ശക്തി നിറക്കുന്ന ദയാഹൃദയിയാകുന്നു. ഓരോ സങ്കല്പവും ബാബയ്ക്ക് വേണ്ടി അർപ്പിതമാകുന്നു. ഓരോ സമയം സങ്കല്പം കർമ്മം എല്ലാം അർപ്പണമാക്കും എന്ന പ്രതിജ്ഞ ചെയ്യുന്നു. സത്യസ്വരൂപത്തിൻ്റെ സ്മൃതി ഉണ്ടെങ്കിൽ സത്യതയുടെ ശക്തി വരും. ഓം ശാന്തി.